എന്തത് ദാദാപിരിവോ? അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, തോന്നുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങളിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തന്നേ പറ്റുള്ളൂ എന്ന് ആൾക്കാരെ വിരട്ടി വാങ്ങുന്ന പോലെ ഉണ്ടല്ലോ ഇത്. But actually we are begging. അമ്മോ, ഭിക്ഷക്കാരും ഇംഗ്ലീഷിലോ? ए लड़की एप्पल चाहिए? जी. हाँ। ഏയ് നിങ്ങളീ എന്തായി കാണി ആളെ കളിയൊക്കെ ഇറങ്ങിയിരിക്കുക? അങ്ങനെ പറഞ്ഞ നിങ്ങളും എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? എന്ന് വെച്ചാ ഈ തെമ്മാടികൾ ഞാൻ ഒരുപോലെയാണെന്നാ? യെസ്. ഞാൻ ഹീറോയും ഇവര് വില്ലന്മാരും അല്ലേ? എന്റെ അമ്മോ, അതോ ഞാനും വില്ലനാ? എന്ത് പറയാനാ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയാ പിന്നെ ആണുങ്ങൾ എന്ത് ചെയ്യാനാ? एप्पल नहीं चाहिए क्या? चल ना, एप्पल के गार्डन दिलाता हूँ। चल चल, इसे अच्छे और बड़ा सा मिलेंगे वहाँ पर। कुत्ता മലയാളികളോട് കളിച്ചാൽ നീയൊക്കെ വിവരം പറയും. Please go away. ആവേ. Please. Please. എന്തിനാ അവരോട് വഴക്കിടുന്നത്? അവൻ കാണിച്ച തെറ്റല്ലേ? തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും. നിങ്ങൾ എന്തിനാ വെറുതെ തല്ലാൻ നടക്കുന്നത്? ആഹാ, തനിക്കൊരു കാര്യം അറിയോ? ഞാനാ സാക്ഷാൽ ഭഗവാൻ ഡാർലിംഗ്. തന്നോട് അവൻ തെറ്റിയതിന് ഞാൻ പോയവന്റെ ആപ്പിള് തരത്തിട്ട് വരാം. എന്താടാ എന്നെന്തിനാ വണങ്ങുന്നത്? പേടിച്ചു പോയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ, ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ഏട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടിയുണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടമുണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? ആ നേരാണല്ലേ. ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ? ഇപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? What's it all about? Where's the hose? Yeah. എലിമടയെന്ന് നേരെ പുലിമടയിലോട്ട്. കമാൻഡോ ഓപ്പറേഷൻ നീ എത്ര നാളായടാ? കമാൻഡോ ഓപ്പറേഷനോ? ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാരനല്ലേടാ നീ? പോലീസോ? ഞാനും പോലീസൊന്നും വലിയ ശരിയായില്ല സാർ. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തീർത്തിട്ടാ ഞാൻ വരുന്നത്. ഞാനും നിങ്ങളുടെ പാർട്ടിയാണ് സാർ. ഈ നാടിന് വേണ്ടിയല്ലോ നമ്മൾ ചോര ചിന്തുന്നത്. ഈ നാട് നമ്മുടെ, കാട് നമ്മുടെ, മരം നമ്മുടെ, മണ്ണ് നമ്മുടെ. ഇനി എന്തേ, എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കാണും അറിയില്ല. അതെല്ലാം അടുത്ത എപ്പിസോഡ്. കാശെട്. നീ സപ്പോർട്ട് ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നു. ആ സന്യാസികൾ വരുന്നുണ്ട്, അവരിങ്ങോട്ട് വിളിക്ക്. നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ, വളരെ നല്ല കാര്യോ. നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യും. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് സമയമായി. മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെ കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ. പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്യോ? അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്നുള്ളൂന്നേ.
അമ്മ. Go away, get lost. ഓ, എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? അതിന് ഞാനൊന്നും ചെയ്തില്ല. നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ I just kill you. ഓ, നല്ലോണം ദേഷ്യം വരുന്നുണ്ടല്ലോ. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടല്ലേ? എന്നെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? Yes, yes, I will kill you. ഇതൊന്നും സന്യാസികൾക്ക് ചേർന്ന കാര്യങ്ങളേ അല്ല. ശരിക്കും നീ ഒരു സന്യാസിനിയല്ല. നിനക്ക് ഇതുപോലെ ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. എല്ലാം നീ മറച്ചു വെക്കുക. ഒരിക്കൽ നീ അവിടെ വെച്ച് കരഞ്ഞു. ഇന്ന് നീ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ നിന്റെ ഉള്ളിൽ പ്രേമമുണ്ട്. അതങ്ങ് സമ്മതിച്ചൂടെ? എന്തിനാ ഈ മുഖംമൂടി? ആരെ കാണിക്കാനാ? അമ്മ എന്താ പറ്റിയേ? തള്ളിയിട്ട് കൊല്ലാൻ നോക്കിട്ട് എന്ത് പറ്റിയെന്നോ? I'm so sorry. ഈ സോറി മറ്റൊരു ഫീലിങ്സാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിക്കും, ഇല്ലെങ്കിൽ നീ കെട്ടണ്ട. No, I don't like you. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. No, I don't love നീ you. സ്നേഹിക്കുന്നുണ്ട്. No, I don't love you. എന്നാ ഞാൻ കെട്ടാൻ സമ്മതിക്കില്ല. അമ്മേ, എന്തൊരു അടിയാത്. എന്റെ അമ്മോ, വയലന്റ് ആവണ്ട, കെട്ടിക്കും. ഏയ് എന്തിനാ നീ കരയുന്നേ? ഇത് വെറും മണ്ണല്ലേ? ഈ ബ്ലഡ് പോലും വെള്ളത്തിൽ അലിഞ്ഞു പോകണ്ടല്ലേ? ഇതൊക്കെ നീ പറഞ്ഞ പോയിന്റ്സാ. നിനക്ക് നന്നായിട്ട് അറിയാം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നാളെ തിരിച്ചു പോകും. നിനക്ക് വേണ്ടി സൈലന്റ് വാലിയിൽ 10 മണി വരെ വെയിറ്റ് ചെയ്യും. വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇനി ഞാനത് പറയില്ല. ആലോചിക്കേ. നീ കരുതുന്ന പോലെ ഞാൻ അത്ര തെമ്മാടിയൊന്നുമല്ല. നല്ല കുറെ ക്വാളിറ്റീസ് എന്നിലും ഉണ്ട്. ഐ ലവ് യു. കഷ്ടം. ഇനി അവിടുത്തെ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഞാൻ എന്ത് ചെയ്യും? അല്ലേ, നമ്മുടെ ഐ വി ശശി ഇപ്പൊ പടങ്ങളൊന്നും ചെയ്യുന്നില്ല പിള്ളേ. അറിഞ്ഞില്ലേ? മമ്മൂട്ടി വെച്ച് അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോലെ. എന്തൊരു മമ്മൂട്ടിയെ വെച്ച് പഴയ അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോണെന്നാ? അടിപൊളി പടമായിരിക്കും. പറയാനുണ്ടോ? നമ്മുടെ ലാലേട്ടന്റെ പുതിയ പടങ്ങളൊന്നും ഇറങ്ങിയില്ലേ? ലാലേട്ടന്റെ അലിബായി ഇറങ്ങിയതല്ലേ? അതിനു മുമ്പ് ഹലോ ഇറങ്ങിയായിരുന്നു. നമ്മുടെ ദിവ്യാണി കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞു. അത് കുറെ കാലായില്ലേ? നമ്മുടെ ദിലീപല്ലേ അവിടെ കെട്ടിയോ? അമ്മേ, അപ്പൊ വിചാരിച്ച പോലല്ലോ. വരട്ടെ. ഓക്കെ മാതാജി, പോയിട്ട് വരാം. എല്ലാവരോടും പറഞ്ഞു, വൈശാലിയോട് പറയുന്നില്ലേ? പറയുന്നില്ല. എന്തേ? നാളെ വൈശാലി എന്റെ കൂടെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസാ? അല്ലെങ്കിൽ നോക്കൂ. ശുക്രിയ. നോ നോ. ശരി, ബൈ ബൈ. ബൈ. സീഡിയോ? വണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് വേഗമാട്ടെ, ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമ്പോ നമ്മളെരോട് ലേറ്റ് ആകും. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? വല്ലാത്തൊരു വിഷമം. ആ കുട്ടി വരുമെന്ന് തോന്നുന്നില്ല. വൈശാലി! വൈശാലി! ഞാൻ തിരിച്ചു പോവാ. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നീ വരുന്നോ ഇല്ലയോ? എടീ, നീ വലിയ മിസ്യൂസ് വിചാരിച്ചോ? ആ സന്യാസിമാരുടെ ഇടയിൽ കിടന്ന് എന്റെ ജീവൻ നശിച്ചു പോവുകയുള്ളൂ. ഇനി ഞാൻ വിളിക്കില്ല. അല്ലെ നിക്കട്ടെ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇനി എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അവള് വരില്ല, എനിക്കതറിയാം. അതോ ആ കുട്ടി വന്നാലോ? ഇനി അവള് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. എനിക്ക് ഉറപ്പാ. മകര് ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് പോവാം. വാ, ഞാൻ വണ്ടിയുടെ മോളിൽ കാണും. മോളിൽ എന്തിനാ കയറുന്നത്? അകത്ത് സ്ഥലമുണ്ട്. അവള് വന്നില്ലോ, ഇനിയിപ്പോ എവിടെ കയറിയില്ല. നിങ്ങൾ വണ്ടി കയറി, ഞാൻ പോവാം. നിങ്ങൾ സമയങ്ങളാണ് വരണ്ട. അവള് വലിയ സന്യാസിനിയല്ലേ, ഇവിടെ ഇങ്ങനെ തപസ് ചെയ്തോണ്ടിരിക്കട്ടെ. എനിക്കെന്താ, വണ്ടി വിടറാ.
ഞാനല്ല, എന്റെ പേര് ഗോവിന്ദൻ എന്നാ, ഞാൻ ബാലഗോപാലല്ല. എടാ ബാലഗോപാലനോട് ഇപ്പോഴും ഇങ്ങോട്ട് വരരുന്ന് പറയടാ. കണ്ണി കാണുന്നവരൊക്കെ പിടിച്ച് ബാലഗോപാലനാണെന്ന് പറഞ്ഞവർ തലതല്ലി പൊട്ടിക്കുവാടാ. വൈസാബ് ഗാഡി വെക്കോ. എന്താടാ എന്ത് പറ്റി? ഓഫീസിൽ നിന്ന് വിളിച്ചത്. ബാലു ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്ന അപകടമാ. അയ്യോ എന്നാ എവിടെയെങ്കിലും വീണ് പോയായിരിക്കും. ഒന്ന് വിളിച്ച് നോക്കടാ. എന്റെ ബ്രെയിനും കൂടി ഒന്ന് ചാർജ് ചെയ്യുന്ന ദൈവമേ, ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ. അവനെവിടെ? ബാലു വന്നില്ല സാർ. സമാധാനമായി. ഇവിടെ ആകെ കുഴപ്പമായിരിക്കുക. ഇപ്പൊ അവൻ എവിടെ ഉണ്ട്? സാറിനോട് പറയാതിരിക്കുന്ന എങ്ങനെയാ? ബാലു ഒരു പ്രേമത്തിൽ കുടുങ്ങിയിരിക്കുക. പ്രേമോ? പെണ്ണേതാ? അത് വെറും പെണ്ണൊന്നുമല്ല സാർ, ഒരു സന്യാസിനി കുട്ടിയാ. സന്യാസിനിയോ? എന്തൊരു ജീവിതമായത്. ഒരുപിടി ചോറില് ഇത്തിരി മീൻകറിയും കൂട്ടിക്കുഴച്ച് തിന്നിട്ട് എത്ര നാളായെന്നറിയാ. വാ, ഓർത്തിട്ട് കൊതി വരണ. എന്തൊരു നീ നോക്കണത് അല്ലേ? ചോദിച്ചു കേട്ടില്ലേ? എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. ജൽദി ലോട്ട് കരോ ജൽദി. എവിടെ നോക്കിയാൽ ആപ്പിളാണ്. പൈസ പൈസ പൂछते हैं. काम करो. ആപ്പിളിന്റെ ബിസിനസ്സാ? एक एप्पल बॉक्स कितना? हेलो आपका कितना? ഓ, कितना ലോറി वाला माल? ജാടയാണല്ലേ. तीना. ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, हाँ നീ എവിടുത്തുകാരനാടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. हाँ रेट कम नहीं आता. ആപ്പിള് കണ്ടുപിടിച്ച് ഇവനാന്നാ വിചാരം. वही रेट. ഇവൻ ആരടാ? ആദാമിന്റെ അളിയന്. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിങ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കാൻ. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും. എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. ഓഫ്കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തേ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 എണ്ണം പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എന്താടാ, ഞാനൊരു കത്തിയാണെന്ന് തോന്നി നിനക്ക്? ഇവിടെ 30 വർഷമായി ആപ്പിൾ ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ. എന്താ ആരാണെന്നോ ഞാൻ? ഇവിടെ ഓരോരുത്തരും ചോദിച്ചു നോക്കടാ ഞാൻ ആരാണെന്ന്. നിനക്ക് മര്യാദയൊന്നുമില്ലേ? എടാ എന്താടാ സംസാരിക്കാത്തത്? ഞാൻ കിടന്ന് കുരയ്ക്കുന്നില്ലടാ. നിന്നെ നാം ഇറങ്ങിപ്പോയടാ. സംസാരിക്കടാ, സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കടാ. എടാ എന്നെ വെറും മറ്റവനാക്കുന്നോടാ. നീ സംസാരിക്കാതെ പോയാൽ ഈ മോന്ത ആപ്പിൾ ചതയ്ക്കുന്നത് പോലെ ചവിട്ടി ചതയ്ക്കും. ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നതാ നല്ലത്. സംസാരിക്കുന്നോ പല്ലടിച്ച് കൊഴിക്കണോടാ. ഇതെന്താ പാറക്കല്ലോട്ടുള്ള ഇടിയാ? എനിക്കറിയാം നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയേ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്. ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്. കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോര്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യന് മാതാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കും. ഇതല്ലേ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ളേ, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്ത് ചെയ്യും? ആ എന്റെ
എന്നെ പറ്റോ? നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തെങ്കിലും കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന അയ്യാടാ കല്യാണം കഴിക്കുമെന്നോ എന്റെ പൊന്ന്. മൗനവ്രത നിനക്ക് വേണ്ടിയാ. നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം.